ബിഗ് ബില്യൺ ഡേയ്സിന് ഏത് ഐഫോൺ വാങ്ങും എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണെങ്കിൽ ഈ വീഡിയോയോട് കൂടി ആ കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടും. ഐഫോൺ 17 സീരീസ് ലോഞ്ച് ചെയ്തു. ഐഫോൺ 16 പോലെ തന്നെ ഇരിക്കുന്ന ഐഫോൺ 17 ആണ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ 50,000 രൂപയ്ക്ക് ഐഫോൺ 16 മേടിക്കുന്നതിലും 77,000 രൂപയ്ക്ക് ഐഫോൺ 17 മേടിക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു അടിപൊളി ഡീലാണ് 16 പ്രോ 70,000 രൂപയ്ക്ക്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലെറ്റ് മീ ടെൽ യു വൈ. കാരണം ഇത് അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. 70,000 റുപ്പീസ് നിങ്ങൾക്ക് ഐഫോൺ 16 പ്രോ കിട്ടുന്നു. ഏതാണ്? ഇത് 256 GB ആണ്, ഇതല്ല 128 GB ആണ് കിട്ടുന്നത്. എന്നാൽ 77,000 രൂപയുള്ള ബേസ് മോഡൽ ഐഫോൺ 17 വരുന്നത് 256 GB സ്റ്റോറേജിലാണ്. 16 പ്രോ 3582 mAh ബാറ്ററിയാണ്. എന്നാൽ 17-ൽ 3692 mAh ബാറ്ററിയാണ്. 16 പ്രോയിനേക്കാളും കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യും. അങ്ങനെ പറയാൻ കാരണം വേറൊന്നും കൂടി ഉണ്ട്. പുതിയൊരു N1 ചിപ്പാണ് 17-ൽ കൊണ്ടുവന്നിരിക്കുന്നത്, വിച്ച് ഇസ് മോർ പവർ എഫിഷ്യന്റ് ദാൻ 16 പ്രോ. ഇനി ഈ കാണുന്ന കുഞ്ഞൻ ഫോൺ ഉണ്ടല്ലോ, കയ്യിലെടുക്കുമ്പോൾ നല്ല വെയിറ്റ് ആണ്, 200 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. ബേസ് മോഡൽ 17 നോക്കുവാണെങ്കിൽ 177 ഗ്രാം എന്തോ മാത്രമേ ഉള്ളൂ. സോ ഇതിനേലും ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി വെയിറ്റ് കുറഞ്ഞെന്ന് മാത്രമല്ല, 16 പ്രോ നിങ്ങൾക്ക് 27 വാട്ടിലാണ് ഫാസ്റ്റ് ചാർജ് ആവുന്നത്. പുതിയ ഐഫോൺ 17 സീരീസ് ലൈനപ്പ് എല്ലാം 40 വാട്ടിലാണ് ഫാസ്റ്റ് ചാർജിങ് ആവുന്നത്. സോ 27 എവിടെ കിടക്കുന്നു, 40 വാട്ട്സ് എവിടെ കിടക്കുന്നു. ഇനി അതിലും രസമായിട്ടുള്ള കാര്യം, 16 പ്രോയിലുള്ള ഈ സെയിം 6.3 ഇഞ്ചിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് 17 ബേസ് വേരിയന്റ് വന്നേക്കുന്നത്. പക്ഷേ 16 പ്രോന്റെ ഡിസ്പ്ലേനെക്കാളും അത് ബെറ്റർ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ 16 പ്രോയ്ക്ക് 2000 നിറ്റ്സ് വരെ പോകാൻ പറ്റുള്ളൂ ബ്രൈറ്റ്നസ്. 17-ൽ നിങ്ങൾക്ക് 3000 നിറ്റ്സ് കിട്ടും. ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്. നമ്മൾ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ കണ്ടാൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തില്ലേ, ആ സാധനമുണ്ട്. അത് ഇതിലില്ല. സോ ഡയറക്റ്റ് സൺലൈറ്റിലും വിസിബിലിറ്റി ബെറ്റർ ആയിരിക്കും 17-ൽ. ആൻഡ് സെറാമിക് ഷീൽഡ് 2 എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ യെസ്, 16 പ്രോയിൽ നിങ്ങൾക്ക് 3 ക്യാമറാസ് കിട്ടുന്നുണ്ട്. 17-ൽ നിങ്ങൾക്ക് 2 ക്യാമറയെ കിട്ടുന്നുള്ളൂ. 16 പ്രോയിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ 5x ടെലിഫോട്ടോ ക്യാമറയും ലൈഡാർ സെൻസറും വരുന്നുണ്ട്. 17-ൽ പുതിയ 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്, പുതിയ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ ആണുള്ളത്. സോ നിങ്ങൾ ഡെയിലി യൂസിൽ പ്രോറസ് റോ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയൊക്കെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അങ്ങനത്തെ റോ ഫുട്ടേജ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, 4K 120 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒബ്വിയസ്ലി പ്രോറസ് ഒക്കെ എടുക്കുന്നവർക്ക് 128 GB ബേസ് സ്റ്റോറേജ് പറ്റില്ല. അവരെന്തായാലും ഒരു SSD ഉപയോഗിക്കും. സോ USB 3.0 വഴി SSD കുത്തിയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ, ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് പോർട്രേറ്റ്സ് എടുക്കുന്നുണ്ട്. 5x ആണ്. സോ നല്ല ദൂരം നിന്നിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പ്രൈമറി ക്യാമറ തന്നെ ക്രോപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. അത് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, ക്യാമറ സെക്ഷനിലുള്ള ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അതില്ലാണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ 17-നേക്കാളും ബെറ്റർ ആവും 16 പ്രോ ഈ കാര്യത്തിൽ മാത്രം. ഈ കാണുന്നവർ എസ്പെഷ്യലി ഓഫറിൽ, അതും ബേസ് മോഡൽ വാങ്ങിക്കുന്നവർ എനിക്ക് തോന്നുന്നില്ല പ്രോറസിൽ ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ റോയിൽ ഷൂട്ട് ചെയ്യും, SSD വെച്ചിട്ട് അല്ലെങ്കിൽ 4K 120 FPS ഒക്കെ ഡെയിലി ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന്. എന്നിട്ട് 17-ലുള്ള ഫ്രണ്ട് ക്യാമറ വരെ മാറ്റിയിട്ടുണ്ട്. 18 മെഗാ പിക്സൽ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് പോലും വെർട്ടിക്കൽ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന, അതുപോലും ഇതിനകത്തില്ല. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രേ പറയുള്ളൂ, നിങ്ങളുടെ ബഡ്ജറ്റ് 70,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ 16 പ്രോ മേടിക്കുന്നതിന് പകരം ഒരു 5,000, 6,000, 7,000 രൂപയും കൂടി ഇട്ടിട്ട് പോയി 17 മേടിക്കുക, which is more features than this and more value for money. അല്ല നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോയി 16 വാങ്ങിക്കാം. 50K 51Kൻ്റെ പ്രൈസിൽ 16 നല്ലൊരു ഡീലാണ്. ഇനി ഐഫോൺ 14 40,000 റുപ്പീസിന് വന്നിട്ടുണ്ട്. ഐഫോൺ 14 പോയിട്ട് 40,000-ൽ മേടിക്കുന്നതിലും ബെറ്റർ ആണ് ഐഫോൺ 16 നിങ്ങളൊരു 50,000 റുപ്പീസിന് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം വരും, ഇതിലും ബെറ്റർ ഐഫോൺ 15 പ്രോ അല്ലേ? ഐഫോൺ 15 പ്രോ ഈസ് ബെറ്റർ, ബട്ട് ഐഫോൺ 15 പ്രോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. നിങ്ങൾക്ക് ഓഫറിൽ വരില്ല, ഓഫർ പ്രൈസസിൽ കിട്ടില്ല. സോ ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എന്തായാലും ഒഫീഷ്യലി ഫ്ലിപ്കാർട്ട് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോ തന്നെ പ്രൊഡക്റ്റ് സെക്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. സെപ്റ്റംബർ 17 ഡേറ്റ് ഓർത്ത് വെച്ചോ. സെപ്റ്റംബർ 17-ാം തീയതിയാണ് ഐ തിങ്ക് ഐഫോൺ 14-ൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നത്. ലേറ്റർ സെപ്റ്റംബർ 23-ാം തീയതിയോട് കൂടിയായിരിക്കും 16 പ്രോയും പ്രോ മാക്സും എല്ലാമായിട്ട് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ ഡേറ്റ്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്ര ഉള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.